എൻ ഭവനമാകും യെരൂശലേമിൽ ഉണരും ആത്മാവുണരും എൻ സഭയാകും യെരൂശലേമും ഉണരും ആത്മാവുണരും ഞാനുണർന്നാലൻ ദേശമുണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവാൽ എന്നെ ഉണർത്തണമേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവാൽ എന്നെ ഉണർത്തണമേ ഞാനുണർന്നാലൻ ദേശമുണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ എൻ സ്നേഹിതനാകും യൂദയായും ഉണരും ആത്മാവാൽ ഉണരും വിജാതീയനാകും സമരിയായും ഉണരും ആത്മാവാൽ ഉണരും ഞാനുണർന്നാലൻ ദേശമുണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവാൽ എന്നെ ഉണർത്തണമേ ഞാനുണർന്നാലൻ ദേശമുണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവാൽ എന്നെ ഉണർത്തണമേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവാൽ എന്നെ ഉണർത്തണമേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവാൽ എന്നെ ഉണർത്തണമേ പറയും ഇതാ ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരം അറിയിക്കാൻ കൂടി. അപ്പോൾ യേശു എതിരെ വന്നവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. നിങ്ങൾ ചെന്ന് യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ചെന്ന് എന്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര സുവിശേഷങ്ങളാണുള്ളത്? 4 സുവിശേഷം. ഈ 4 സുവിശേഷത്തിലും ഈശോയുടെ ഉയർപ്പിനെ കുറിച്ച്, പുനരുത്ഥാനത്തെ കുറിച്ച്, ഈശോയുടെ സ്വർഗാരോഹണത്തെ കുറിച്ച് ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട്. 4 സുവിശേഷങ്ങളിലും പ്രതിപാദിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് 1 അധ്യായമാണുള്ളത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ഓരോ അധ്യായങ്ങളാണുള്ളത്. എന്നാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് 2 അധ്യായങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. അത് ഹോളി വീക്കാണ്. ഓശാന ഞായറാഴ്ച ആരംഭിച്ച് അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മളെ നോമ്പ് ആചരണത്തിലൂടെ 40 ദിവസമോ 50 ദിവസമോ ഒക്കെ ആയിട്ട് നമ്മൾ നോമ്പ് അനുഷ്ഠിച്ച് നമ്മൾ ഹോളി വീക്കിലേക്ക് പ്രവേശിച്ചു. ഓശാന ഞായറാഴ്ചയിലൂടെ അത് ആരംഭിച്ചു. തുടർന്ന് പെസഹ വ്യാഴം, ഈശോയുടെ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, ദുഃഖ വെള്ളിയാഴ്ച, ദുഃഖശനി, ഈസ്റ്റർ ആഘോഷം, ഇതിലൂടെ നമ്മൾ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് നമ്മൾ ഓരോ വർഷവും ഇങ്ങനെ ഉയർപ്പ് അല്ലെങ്കിൽ ഈ ഹോളി വീക്ക് ആചരിക്കുക? ഡിസംബർ ആകുമ്പോൾ നമ്മള് ഈശോയുടെ ജന്മദിനം ആഘോഷിക്കാറുണ്ട്. ഏത് ദിവസം എടുത്താലും ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒന്നിലെ വിശുദ്ധനെ അനുസ്മരിച്ചിട്ടുള്ള ആചരണങ്ങളുണ്ട്,
പരിശുദ്ധ അമ്മയെ അനുസ്മരിച്ചുകൊണ്ടുള്ള ആചരണങ്ങളുണ്ട്, ഈശോയിനെ കുറിച്ചുള്ള ആചരണങ്ങളൊക്കെ ആയിട്ട് ഈ സഭ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒന്ന് ചിന്തിച്ചാൽ എന്തിനാണ് നമ്മളിങ്ങനെ ആചരിക്കുക, അല്ലെ? എന്തിനാണ് ഈ ആചരണം സഭയിൽ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഒരു പദ്ധതി എന്താണ്? ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുന്നു. നമ്മൾ എവിടുന്നാ വന്നേ? സ്വർഗത്തിൽ നിന്ന് വന്നു, അല്ലേ? അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മൾ ജന്മമെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ അണ്ടത്തിനും ആ ബീജത്തിനും അത് സംയോജിച്ച് അത് ഭ്രൂണമായി മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ജീവൻ നിവേശിപ്പിക്കുന്നത് ആരാണ്? ദൈവമാണ്, ദൈവമായ കർത്താവാണ്. അത് സ്വർഗത്തിൽ നിന്നാണ് ജീവൻ വരിക. ഈ ജീവൻ ഇനി എങ്ങോട്ട് തിരിച്ചെത്തണം? സ്വർഗത്തിലേക്ക് തിരിച്ചെത്തണം. അപ്പൊ നമ്മൾ സ്വർഗത്തിൽ നിന്ന് വന്നു, സ്വർഗത്തിലേക്ക് എത്താനുള്ള ജീവിതത്തിലൂടെ ഈ പ്രയാണം നമ്മൾ സഭയോട് ചേർന്ന് നടന്നു പോകുന്നു. നമ്മുടെ അന്തിമ ലക്ഷ്യമായ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണം. അപ്പൊ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയാണ് ആരംഭം മുതൽ, പഴയ നിയമത്തില് ഉൽപ്പത്തി മുതൽ, ആദത്തെ സൃഷ്ടിച്ചത് മുതൽ, ഹവ്വായെ സൃഷ്ടിച്ചത് മുതൽ, ആ ചരിത്രങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ പരമമായ രക്ഷാകര പദ്ധതിയെ നമ്മൾ കാണുകയാണ്. ദൈവം തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയ യഹൂദ ജനത്തിന്റെ രക്ഷയ്ക്കായിട്ട് അവിടുന്ന് ചെയ്യാവുന്നതെല്ലാം ചെയ്യുക. അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്നു. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് അവരെ എത്തിക്കുന്നു. അവർക്ക് വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്തെ കുറിച്ച് മോസസിലൂടെ ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചപ്പോൾ ആ കൂട്ടത്തിൽ പിറുപിറുത്തവരുണ്ട്, എതിർത്തവരുണ്ട്, വിസമ്മതിച്ചവരുണ്ട്, മോശയുടെ നിയമങ്ങൾ പാലിക്കാത്തവരുണ്ട്. അങ്ങനെ അനേകര് മരണം മൂലം വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. അനേകർക്ക് കാനാൻ ദേശത്ത് എത്താൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദാനമായ കാനാൻ ദേശത്തേക്ക് ദൈവത്തിന്റെ ജനത്തെ ദൈവം അവിടെ കൊണ്ടുവന്നു. വീണ്ടും നമുക്കറിയാം, അവര് ദൈവത്തിൽ നിന്ന് മറുതിരിക്കുന്നതും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതും ഒക്കെ കാണുകയാണ്. തുടർന്ന് ദൈവം അവർക്ക് ന്യായാധിപന്മാരെ നൽകുന്നു, രാജാക്കന്മാരെ നൽകുന്നു, പ്രവാചകരെ നൽകുന്നു. ഈ പ്രവാചകരിലൂടെ എല്ലാം ദൈവം അരുൾ ചെയ്ത വചനങ്ങൾ അനുസരിച്ചിട്ടാണ് യേശുക്രിസ്തുവിന്റെ ജനനവും യേശുക്രിസ്തുവിന്റെ മരണവും യേശുക്രിസ്തുവിന്റെ ഉയർവും ഇതെല്ലാം പ്രവചിക്കപ്പെട്ടതാണ്. പുതിയ നിയമത്തിലും ശിഷ്യന്മാരോട് 3 പ്രാവശ്യം ഈശോ പറയുന്നുണ്ട്, ഞാൻ പീഡകൾ അനുഭവിക്കണമെന്നും 3-ാം ദിനം ഉയർക്കണം എന്നുമൊക്കെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് അതൊന്നും ഗ്രഹിക്കാനുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു ആത്മീയ ജ്ഞാനം, ശക്തി അവർക്ക് ആ സമയത്തൊന്നും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഓശാന ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ഈശോയുടെ രാജകീയമായ ഒരു പ്രവേശനമാണ് ജെറുസലേമിലേക്ക് നടക്കുക. ബത്ഫഗ, ബത്സൈദ എന്ന പ്രദേശങ്ങളിൽ നിന്ന് ആരംഭിച്ച് അവിടെ ഉണ്ടായിരുന്ന യഹൂദരുടെയും എല്ലാം അവരുടെ ഗലീലയിൽ നിന്ന് വന്ന ജനങ്ങളുടെയും എല്ലാം അകമ്പടിയോടുകൂടി അവരുടെയൊക്കെ ഹാലേലുയ ആർത്തിരമ്പലോടുകൂടി ഒരു കഴുതപ്പുറത്ത് പ്രവചനങ്ങളുടെ പൂർത്തീകരണം, സക്കറിയ 9:9 പ്രവചനങ്ങളുടെ പൂർത്തീകരണങ്ങൾ സംഭവിക്കാൻ വേണ്ടി ഈശോ വരിക. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരുപക്ഷെ ഇസ്രായേൽ ജനം റോമൻ പടയാളികളുടെ ഭരണത്തിൽ നിന്ന് നീതി ലഭിക്കണം, മോചനം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നപ്പോൾ അവർ പ്രതീക്ഷിച്ചിരുന്ന മിശിഹ അവർക്ക് മോചനം നൽകുമെന്ന് അവർ കരുതിയിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവർ ആഗ്രഹിച്ച ഒരു മോചനമല്ല അവർക്ക് ലഭിച്ചത്. ഏകദേശം 20 ലക്ഷത്തിലധികം ആളുകൾ ഒരുമിച്ച് കൂടുന്ന 3 തിരുനാളുകളില് മോസസ് വഴി ദൈവം നൽകിയ 3 തിരുനാളുകൾക്ക് ജെറുസലേമില് ആരോഗ്യമുള്ള യുവാക്കളായ യഹൂദർ ഒരുമിച്ച് കൂടണമെന്ന ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഒരുമിച്ച് കൂടാൻ വന്നവരാണ്. അത് ഒന്ന് കൂടാര തിരുനാള്, പാസ് ഓവർ, പെസഹ തിരുനാള്, പുത്തരി പെരുന്നാൾ എന്നത് അല്ലെങ്കിൽ പറയാം, കൂടാര തിരുനാൾ എന്ന് പറയാം. പിന്നെ ഒരു തിരുനാളൂടെ ഉണ്ട്, എന്താണത്? കൂടാര തിരുനാള്, പുത്തരി പെരുന്നാള്, പെന്തക്കോസ്ത തിരുനാൾ.
പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവരായിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഏകദേശം 20 ലക്ഷത്തിലധികം ആളുകളും 2.5 ലക്ഷത്തിലധികം ആടുകളും ഒക്കെ ആയിട്ട് അവിടെ ആളുകൾ വരിക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇസ്രായേലിന്റെ തന്നെ വിവിധ പ്രദേശങ്ങളോട് വരിക. അപ്പൊ അവർക്കെല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്, ഈ മിശിഹ ഈ റോമൻ പടയാളികളിൽ നിന്ന് യഹൂദരെ രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോ ഹെരോദേസും പീലാത്തോസും ഈ ജനങ്ങളുടെ ക്രമസമാധാനങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ വഴിയിലൂടെ കുതിരപ്പുറത്ത് എഴുന്നള്ളുന്ന ഒരു പ്രവണത ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവര് വന്ന് ആ ജെറുസലേം ദേവാലയത്തിന്റെ വലതുവശത്ത് ആന്റോണിയ കോട്ടയിലേക്ക് പോയി അവിടെ അവരുടെ ആ രാജകീയ പ്രമാണിത്യമൊക്കെ പ്രഖ്യാപിക്കുന്ന അനേകം പടയാളികളുടെ അകമ്പടികളോടെ രാജകീയമായവരുടെ രാജ്യത്വമൊക്കെ പ്രഖ്യാപിക്കുന്ന അനേകം യഹൂദരെ കൊന്നൊടുക്കിയതിന്റെയൊക്കെ ആ ആഢ്യത്വം പ്രഘോഷിക്കുന്ന ആ ദിവസങ്ങളാണ് ആ സമയമൊക്കെ. അപ്പൊ അവര് വിചാരിച്ചു ഈ കടന്നു വരുന്ന യേശുനാഥൻ വലതുവശത്തേക്ക് ആ ആന്റോണിയ ചെങ്കോട്ടയിലേക്ക് പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഈശോ അങ്ങോട്ടല്ല പോയെ, ഇടതുവശത്തേക്ക് പോയി ദേവാലയത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അവരുടെ സങ്കല്പങ്ങളെല്ലാം തെറ്റുക. യഹൂദരായിരുന്ന അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ആ മിശിഹായെ കുറിച്ചുള്ള സങ്കല്പങ്ങളെല്ലാം തെറ്റുക. അവരവിടെ ഒരു യുദ്ധം കാണുന്നില്ല, ഒരു മോചനം അവിടെ സാധ്യമാകുന്നത് കാണുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിലേക്കാണ് അവിടെ കടക്കാൻ പോവുക. സമാധാന രാജാവായ യേശു കഴുതപ്പുറത്ത് വിനയാന്വിതനായി എഴുന്നേറ്റ്, ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതപ്പുറത്ത് ബലിയർപ്പിക്കാൻ ഏറ്റവും പുതിയതായ ആടുമാടുകളെയൊക്കെയാണ് അവിടെ കൊണ്ടുവരേണ്ടത്. ഇതാ ബലിയർപ്പിക്കാനായിട്ട് യേശു തിരഞ്ഞെടുത്തതും ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയാണ്. അവിടെ വന്ന് ദേവാലയം ശുദ്ധീകരിക്കുന്നതൊക്കെ നമ്മൾ കാണാം. വീണ്ടും 2-3 ദിവസം അവിടെ പ്രഘോഷണങ്ങളായിട്ട്, ലാസറിന്റെ വീട്ടിലായിട്ട് അവിടെയൊക്കെ ഈശോ അവിടെയുള്ള അത്തിമരത്തെ ശപിക്കുന്നത് ഒക്കെ നമുക്ക് കാണാം. ബുധനാഴ്ച ദിവസം യൂദാസ് അവിടെ കൊടുക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരുപാട് അവിടെ ഉണ്ടായിരുന്ന ഫരിസേയരെയും സദുക്കായരെയും ഒക്കെ വിമർശിക്കുന്നതും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈശോനാഥൻ കടന്നു വന്ന് സ്ഥാപിച്ച ഒരു രാജ്യമുണ്ട്. ഞാൻ രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈശോ വന്നത്. ഈശോ ഐ ആം ദ കിങ്. പക്ഷേ ഈശോ സ്ഥാപിച്ച രാജ്യം അന്ന് യഹൂദരുടെ മനോഭാവത്തിലോ സങ്കല്പത്തിലോ ഉണ്ടാകുന്ന രാജ്യമായിരുന്നില്ല. അവര് വിചാരിച്ചത് ഈ റോമൻ പടയാളികളെല്ലാം ഇവിടുന്ന് തുരത്തെറിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നപ്പോൾ ഇന്ത്യൻ ജനത എത്രമാത്രം വിഷമത്തിലും ദുഃഖത്തിലുമൊക്കെ ആയിരുന്നു നമുക്കറിയാം. ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെയും അനേകം പ്രക്ഷോഭങ്ങളിലൂടെയും അവരെ തുരത്തി ഓടിച്ച് 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ ജനത സ്വതന്ത്രരായി എന്ന് പറഞ്ഞതുപോലെ ഈ റോമൻ പടയാളികളെ ഇവിടുന്ന് പായിച്ചുകൊണ്ട് യഹൂദ ജനത അവർക്ക് സ്വയമേവ ഭരിക്കാൻ സാധിക്കുന്ന ഒരു രാജ്യത്തെയാണ് അവരെ ഭാവനയിൽ കണ്ടത്. എന്നാൽ യേശു ക്രിസ്തു വന്ന് സ്ഥാപിച്ച ആ രാജ്യം അത് സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, രക്ഷയുടെ ആ വലിയ രാജ്യമാണ്. അത് ദൈവരാജ്യമാണ്. അത് ഈ കാലഘട്ടത്തിലെ കത്തോലിക്ക തിരുസഭയാണ്. അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെയും അനേകായിരം ശിഷ്യഗണങ്ങളുടെയും തമ്പുരാന്റെ അനുഗ്രഹങ്ങളാൽ അത്ഭുതങ്ങൾ ജീവിതത്തില് ലഭിച്ച 10,000 ആളുകളുടെയും പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ഇതാ കാരുണ്യവാനായ തമ്പുരാൻ കുരിശിലേറുകയാണ്. ആ കുരിശിലേറുന്നതിന് മുമ്പ് ഈശോ വലിയ ഒരു ശുശ്രൂഷ അവിടെ നടത്തുകയാണ്. തന്റെ ശിഷ്യന്മാരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ പാദങ്ങളെല്ലാം കഴുകി, പരസ്പരം പാദം കഴുകണം, പരസ്പരം സ്നേഹിക്കണമെന്ന് അവരെ പഠിപ്പിച്ചിട്ട് അപ്പവും മുറിച്ച് അവർക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാ, നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുക. മുന്തിരിച്ചാറ്
വാഴ്ത്തി വിഭജിച്ച് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എന്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം പൂർത്തീകരിക്കുന്നത് ഗാഗുൽത്ത മലമുകളിൽ. അവിടെയാണ് നമ്മൾ കാണുന്നത് നമുക്ക് വേണ്ടി അവിടുന്ന് നൽകിയത് പരിപൂർണമായും ഹൃദയം പിളർന്ന് നമുക്ക് അവിടുന്ന് നൽകുകയാണ്. അതാണ് വിശുദ്ധ കുർബാന. 2025 വർഷമായിട്ട് കത്തോലിക്ക തിരുസഭയിലെ വിശുദ്ധ കുർബാനയിലൂടെ ഈശോ ഇന്ന് നമ്മുടെ കൂടെ സന്നിഹിതനാണ്. അന്ന് 2025 വർഷങ്ങൾക്ക് മുമ്പ് BC 4 കർത്താവായ ഈശോ മിശിഹ അവിടെ പരിശുദ്ധ അമ്മയുടെ ഉദരത്തില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ജന്മമെടുത്ത് ബെത്ലഹേമില് ജനിച്ച് സഹനങ്ങളിലൂടെ ഏറ്റവും എളിമയിലൂടെ കാലിത്തൊഴുത്തിൽ പിറന്ന് സഹനങ്ങളിലൂടെ ജീവിച്ച് 33 വയസ്സ് വരെ ജീവിച്ച് അവസാന ശ്വാസം വരെ ഈ ഭൂമിയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി നൽകി അതിനുശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ മക്കളെ നിറച്ചുകൊണ്ട് തന്റെ ശരീരവും രക്തവും അന്ത്യം വരെ, ഈ ലോകത്തിന്റെ അന്ത്യം വരെ, ഈശോയുടെ അടുത്ത വരവ് വരെ നമുക്കായി വിഭജിച്ചു നൽകി. ഇതാണ് രക്ഷാകര പദ്ധതി. ആ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ടാണ് കർത്താവായ ഈശോ മിശിഹ ഈ ഭൂമിയിൽ പൂജാതാനായത്, നമുക്ക് വേണ്ടി ബലിയായി യാഗമായി മാറി. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഉയർപ്പിനെ കുറിച്ച് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിൽ 1 അധ്യായം, മാർക്കോസിന്റെ സുവിശേഷത്തിൽ 1 അധ്യായം, ലൂക്കായുടെ സുവിശേഷത്തിൽ 1 അധ്യായം, യോഹന്നാന്റെ സുവിശേഷത്തിൽ 2 അധ്യായം. ഇതെന്തിനാണ് ഈശോ അവർക്ക് പ്രത്യക്ഷീകരണം നൽകി 40 ദിവസത്തോളം അവരോട് കൂടെ ആയിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ഈശോ ഈ 40 ദിവസത്തിനുള്ളിൽ അവിടെ പ്രവർത്തിച്ചു എന്ന് ശിഷ്യന്മാര് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വചനത്തില്. പക്ഷെ അതെല്ലാം രേഖപ്പെടുത്തിയാൽ ഗ്രഹിക്കാൻ തക്ക മനസ്ഥിതി ലോകത്തിനുണ്ടാവുകയില്ലെന്ന് അവർ പറയുന്നു. ഒരുപാട് കാര്യം എന്തിനാ? അവരിൽ വിശ്വാസം വർദ്ധിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ശിഷ്യന്മാര് ഓടിപ്പോയവര്, വിശുദ്ധ യോഹന്നാൻ ഒഴികെ, യോഹന്നാൻ മാത്രം കാൽവരി കുന്നില് ഈശോയുടെ കുരിശിന്റെ താഴെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ശിഷ്യന്മാരെ കുറിച്ച് ഒന്നും നമ്മൾ ഇവിടെ കാണാൻ പറ്റുന്നില്ല. അവരൊക്കെ എവിടെയായിരുന്നു? ഓടിപ്പോയി എന്നല്ല നമ്മൾ കാണുന്നുണ്ട്. ആരുമില്ല. അനേകരുണ്ട്. ഈ 12 പേര് മാത്രമല്ല, അനേകര്. യുദാസ് ഒറ്റിക്കൊടുത്ത യുദാസ് മനസ്സ് കുറ്റബോധം കൊണ്ട് നമുക്കറിയാം ഗഹന്നാം താഴ്വരയിൽ പോയി തൂങ്ങി കുടൽ പിളർന്ന് മരിച്ചു. ആ ശാപഗ്രസ്തമായ സ്ഥലത്ത് ഈശോയിലേക്ക് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും യുദാസിനെ മരിക്കേണ്ടി വരികയില്ലായിരുന്നു. ഒരിക്കലും ആരെയും ഈശോ ഉപേക്ഷിക്കുകയില്ല. ആരെയും. അതാണ് ഈശോയുടെ ലക്ഷ്യം. ഈ ലോകത്തിലേക്ക് ഈശോ കടന്നു വന്നത് അതാ. ഗാഗുൽത്ത മലയില സഹനത്തിന്റെ തീച്ചൂളയിൽ നിന്നപ്പോഴും തന്റെ മുഖത്ത് തുപ്പിയ, തന്നെ അടിച്ച, തന്റെ തലയിൽ മുൾമുടി ചൂടിയ, തന്റെ പുറത്ത് ചമ്മട്ടി കൊണ്ട് അടിച്ച് മാംസകഷ്ണങ്ങള് ഇഞ്ചിഞ്ചായി ചിതറിത്തെറിപ്പിച്ച ആ തന്നെ ഭാരമേറിയ കുരിശ് ചുമപ്പിച്ച് ഗാഗുൽത്ത മലയിലേക്ക് കൊണ്ടുവന്ന ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും സഹനങ്ങള് കൊടുത്തവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഈശോ പറഞ്ഞതാ, പിതാവേ, ഇവർ ചെയ്യുന്നതെന്നൊന്നും അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. ഈശോയ്ക്ക് ആരും നഷ്ടപ്പെടാൻ ആഗ്രഹമില്ല. കുന്തം കൊണ്ട് തന്റെ ഹൃദയത്തിൽ കുത്തി കുത്തിപ്പിളർന്ന ആ ശതാധിപന്, ലൊങ്കീനോസ് എന്ന ശതാധിപന്റെ ഒറ്റ കണ്ണേ കാണാമായിരുന്നുള്ളൂ. അവന്റെ അടുത്ത കണ്ണിലേക്ക്, കാണാതിരുന്ന കണ്ണിലേക്ക് ഒരു തുള്ളി രക്തം ആ ചങ്കിൽ നിന്ന് വീണ് അവന്റെ കണ്ണ് തുറന്നു, അവന്റെ ആത്മാവും തുറന്നു. അവൻ സെയിന്റായി മാറി, വിശുദ്ധനായി മാറി. അതാണ് സഭയിലെ ചരിത്രം. കുറേനേക്കാരൻ ശിമയോൻ, അവൻ നീഗ്രോ ആയിരുന്നു എന്ന്, കറുത്ത വർഗ്ഗക്കാരനായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം എന്താ? ശാപമാണ്. കുരിശെന്ന് പറഞ്ഞ ശാപമാണ്. ഒരു യഹൂദൻ പോലും കുരിശിന്റെ ഒരറ്റത്ത് തൊടുകയില്ല. റോമൻ പടയാളികളും തൊടുന്നില്ല. ആരുമില്ല കുരിശിന്റെ സൈഡിലൊന്ന് പിടിച്ചുകൊണ്ട് ഒന്ന് സഹായിക്കാനായിട്ട്. കാരണം അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഈശോനെ ജീവനോടെ കുരിശിൽ തറയ്ക്കണമെന്നുള്ളതാണ്. അതിനു മുമ്പേ മരിച്ചു പോയേക്കുമെന്നുള്ള ഭയം കൊണ്ട് ആരെങ്കിലും ഒന്ന് സഹായിക്കണം. അലക്സാണ്ടറിന്റെയും റോപ്പസിന്റെയും പിതാവായ കിരേനക്കാരൻ ശിമയോൻ അവിടെ കടന്നു വരുമ്പോൾ അവനെ നിർബന്ധിച്ചു. അവൻ പേടിച്ചിട്ടാണ്
ആ കുരിശ് ഒന്ന് കയ്യിലെടുത്തത്, കുരിശ് ചുമക്കാൻ തയ്യാറായത്. ശേഷം എന്താ സംഭവിച്ചത്? ഈ കുരിശിന്റെ ചോട്ടിൽ നിന്ന് അവൻ പിന്നെ പോവില്ല. അവൻ ഈ കുരിശുമായിട്ട് പോകുമ്പോ കാണുന്നത് എന്താ? ഇത്രമാത്രം ചൈതന്യമുള്ള, സ്നേഹമുള്ള ഒരു മുഖം, പരിശുദ്ധമായ ഒരു മുഖം. അവന് ആ കുരിശ് എത്ര ദിവസം വേണേലും എടുക്കാൻ അവൻ തയ്യാറായി. ആ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് അവൻ പോവുകയില്ല. അവസാനം അവിടെ കൂടിയിരുന്ന യഹൂദന്മാരും അതുപോലെ തന്നെ റോമൻ പടയാളി സൈന്യവും അവനെ അടിച്ചോടിക്കുക ചെയ്ത്. കാരണം ഈ പരിശുദ്ധമായ ഈ മുഖത്തിന്റെ പ്രഭ അത് അവന്റെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് പതിഞ്ഞു. ആ കുരിശിൻ ചൂട്ടിൽ നിന്ന് അവന് പോകാനായിട്ട് മനസ്സ് വന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ തമ്പുരാന്റെ സ്നേഹം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് വേണ്ടി തന്റെ പ്രിയപുത്രനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ഈ 12 പേരും ഓടിപ്പോയവരാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുക, പത്രോസ് പറഞ്ഞു, ഇനി എന്ത് ചെയ്യും? ഈശോ മരിച്ചു, നമ്മുടെ കൂടെ 3 വർഷം ഉണ്ടായിരുന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഈശോനെ അവസാന പാടി, എവിടെ ചെന്നാലും സ്വീകരണം, നല്ല ഒരുപാട് ആളുകളുടെ അഭിനന്ദനം, ഇതെല്ലാം കേട്ട് ഈശോയുടെ കൂടെ വലിയ ആളുകളായിട്ട് നടന്നവരാണ്. എന്നാൽ ഇന്ന് ഗാഗുൽത്ത മലയില് യാഗമായി ബലിയായി മാറിയപ്പോൾ യഹൂദന്മാരെ ഭയപ്പെട്ടവരെല്ലാം ചിതറിത്തെറിച്ചോടി. അവര് പത്രോസ് വിചാരിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യും? എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. ഇഷ്ടംപോലെ സമ്പത്തുണ്ടായിരുന്നു, കുറേയേറെ വള്ളങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഉപേക്ഷിച്ചിട്ട് കടന്നു വന്നതാണ്. ഇനി എന്ത് ചെയ്യും? ശരി, പഴയ പണിയിലേക്ക് തന്നെ പോകാം, മീൻ പിടിക്കാനായിട്ട് പോകാം. ചെന്നപ്പോൾ എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. അവര് മീൻ പിടിച്ച് രാത്രികാലം മുഴുവൻ മീൻ പിടിച്ച് അവർക്ക് ഒന്നും കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, ഈശോ അവിടെ വരിക. ഉദ്ധാനത്തിന് ശേഷം ഈശോ അവരെ തേടി വരിക. അവരോട് പറഞ്ഞു, വലതുവശത്തേക്ക് വലയെറി. വല കീറാറാവോളം മത്സ്യം, 153 മത്സ്യം അവർക്ക് കിട്ടി. പിന്നീട് എന്താ? വിഷമിച്ച് സഹനത്തോടെ കടന്നു വരുന്ന തന്റെ മക്കൾക്ക് വേണ്ടി പ്രാതല് കരയിൽ ഒരുക്കി കാത്തിരിക്കുന്ന പൊന്നുതമ്പുരാൻ. തുടർന്ന് എന്താ സംഭവിക്കുക? അവിടെ പത്രോസിനെ, നീ എന്നെ സ്നേഹിക്കുന്നോ, നീ എന്നെ സ്നേഹിക്കുന്നോ, നീ എന്നെ സ്നേഹിക്കുന്നോ 3 പ്രാവശ്യം ചോദിച്ച് ഉറപ്പിക്കുകയാണ്. കത്തോലിക്ക തിരുസഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായി അവിടെ അവരോധിക്കുകയാണ്, പറയുകയാണ്. ഈശോ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട. ഉദ്ധാനത്തിന് പറയുക, ഭയപ്പെടേണ്ട, കരയരുത്. മക്ദലന മറിയത്തോട് പറയുക, ഇതൊരു തോട്ടക്കാരനാണോ? ഈശോയെ കണ്ടിട്ട് ഇതൊരു തോട്ടക്കാരനാണോ? സംശയിച്ച് പറയാൻ, നിങ്ങൾ എടുത്തോ, ഈ ശരീരം, ഈശോയുടെ ശരീരം എടുത്തുകൊണ്ട് പോയെങ്കിൽ അത് എവിടെയാ വെച്ചിരിക്കുന്നു എന്ന് പറയുക. ശരിയാ, തോട്ടക്കാരനെന്ന് ചിന്തിച്ചതിനകത്ത് അർത്ഥമുണ്ട്. ഒരു തോട്ടക്കാരനാ പർദീസ്, അവിടെ അത് ഒരു ദൈവം, അവിടെ ഒരു തോട്ടക്കാരനാ. ഇവിടെ കത്തോലിക്ക തിരുസഭയാകുന്ന ഈ വലിയ പൂന്തോട്ടത്തിന്റെ തോട്ടക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും പറയുന്നു, വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വചനം പറഞ്ഞപ്പോൾ, ഈശോ സ്വയം വെളിപ്പെടുത്തിയപ്പോൾ, വചനത്തിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ മഗ്ദലന മറിയത്തിന് ഈശോയെ മനസ്സിലായി. വീണ്ടും എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവര് ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഈ ജെറൂസലേമിൽ ഇത്രയും വലിയ സംഭവവികാസങ്ങളും നടന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ഈശോയോട് ചോദിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു, ഇതെല്ലാം സംഭവിക്കേണ്ടതാ. നിങ്ങൾക്കറിയാവുന്നതല്ല, ഇതെല്ലാം പ്രവചിച്ചിട്ടുള്ളതാണ്, ഇതെല്ലാം പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതെല്ലാം സംഭവിക്കണ്ടേ, നിങ്ങൾക്കിതെല്ലാം അറിയണ്ടേ, അറിഞ്ഞിരിക്കേണ്ടേ. അവർക്കിതൊക്കെ മനസ്സിലാക്കാൻ തക്ക രീതിയിൽ ഹൃദയം തുറന്നു. അവര് പറഞ്ഞു, ഞങ്ങളോടുകൂടെ വന്ന് താമസിച്ചു, അപ്പം എടുത്ത് കുറിച്ചു, അവർക്ക് കൊടുത്തു. അപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറന്ന്, ഹൃദയം തുറന്നു. അത് ഈശോയാണെന്ന് പെട്ടെന്ന് ഈശോ അവരുടെ അപ്രത്യക്ഷമായി. വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ നമുക്ക് തിരിച്ചറിയാം. അവിടെ ഈശോ തിരിച്ചറിയുകയാണ്. വീണ്ടും 153 മത്സ്യങ്ങളെ ലഭിക്കാൻ തക്കവിധം ശിഷ്യന്മാരുടെ വലയിലേക്ക് ഈശോ സമൃദ്ധമായ മീനുകളെ നൽകി. അത് സഭയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ സഭയിലൂടെ, കൂദാശകളിലൂടെ യേശുവിന്റെ ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥമുള്ളതായി മാറണം. പിന്നീട് എന്താ സംഭവിച്ചത്? ഈ ശിഷ്യന്മാർ 11 പേരില് 12 പേര് വേണമെന്ന് പറഞ്ഞതുകൊണ്ട്
അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് കൂടി അവർ പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റിക്കൊടുക്കപ്പെട്ട യൂദാസിന്റെ സ്ഥാനത്തേക്ക് ഒരാളെ കൂടി അവർ തെരഞ്ഞെടുത്ത് പിന്നീട് നടക്കുന്നതെല്ലാം നമുക്കറിയാം. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയ അപ്പസ്തോല പ്രവർത്തനത്തിന്റെ ആദ്യത്തെ 12 അധ്യായങ്ങൾ പത്രോസിനെ കുറിച്ചും പത്രോസിന്റെ ദൈവവചന പ്രഘോഷണത്തെ കുറിച്ചും സുവിശേഷവൽക്കരണത്തെ കുറിച്ചും ഒക്കെ നമ്മളോട് പങ്കുവെക്കുമ്പോൾ തുടർന്നുള്ള അധ്യായങ്ങളിൽ പൗലോസ്ലീഹായുടെ സുവിശേഷ പ്രഘോഷണങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൗലോസ്ലീഹായുടെ ഒരു ശിഷ്യനായിരുന്നു, ഡോക്ടറായിരുന്ന വിശുദ്ധ ലൂക്ക. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, പിന്നീട് ശിഷ്യന്മാർക്ക് സംഭവിച്ചതെല്ലാം നമുക്കറിയാം. ആരാണ്? ഒരേ ഒരു ശിഷ്യൻ, വിശുദ്ധ യോഹന്നാൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ശിഷ്യന്മാരും ജീവത്യാഗം ചെയ്യുക. പിന്നെ അവർ പേടിച്ചിട്ടില്ല, പിന്നെ അവർ ഭയപ്പെട്ടില്ല. ആരെയാണോ അവർ ഭയപ്പെട്ടത് അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് യേശുവാണ് ക്രിസ്തു, യേശുവിലൂടെ അല്ലാതെ ആർക്കും രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യർക്ക് ഇടയിൽ യേശുവല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന ലോകത്തിന്റെ ഒരു അതിർത്തി മുതൽ മറ്റേ അതിർത്തി വരെ അവര് പ്രഘോഷിക്കാൻ തക്ക രീതിയിൽ ദൈവം അവരെ ഉയർത്തി. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മള് ഈ ഈസ്റ്റർ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമാണ്. എന്തുകൊണ്ടാണ് എല്ലാ വർഷവും ഒരു ക്രിസ്ത്യാനി ഇതെല്ലാം അനുഷ്ഠിച്ച് പോകേണ്ടത്? ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ നമ്മള് നന്ദിയോടെ ഓർക്കുകയാണ്. നമ്മുടെ ഈ രക്ഷാകര പദ്ധതിയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ജീവനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് വരെ, സ്വർഗത്തിൽ നിന്ന് വന്നു സ്വർഗത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്ന സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം, ദൈവത്തിൽ നമ്മൾ ലയിക്കണം. ആ പിശാചിന് ആരെയും വിട്ടുകൊടുക്കാൻ ദൈവത്തിന് ഇഷ്ടമില്ല. ഒരു മകനെയും ഒരു മകളെയും ഈ ലോകത്തിൽ ജന്മമെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ പോലും പിശാചിന് വിട്ടുകൊടുക്കാൻ, നരകത്തിലേക്ക് അയക്കാൻ ഈശോയ്ക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ഈ ലോകത്തില് അന്ന് വരെ ഉണ്ടായിരുന്ന സകല പാപങ്ങളുടെയും പാപങ്ങൾ അവിടുന്ന് ഏറ്റെടുത്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ അവിടെ ജീവിച്ചിരുന്ന സകല ജനങ്ങളുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ അവസാനം വരെ, യേശുവിന്റെ അടുത്ത വരവ് വരെ, അന്ത്യവിധിയുടെ നാള് വരെ, ഇനി ഉണ്ടാകാൻ പോകുന്ന തലമുറകളുടെ എല്ലാ പാപങ്ങള്, ഭാരങ്ങള് എല്ലാം ഏറ്റെടുത്തുകൊണ്ട് പൊന്നുതമ്പുരാൻ ഗാഗുൽത്താമലയില യാഗമായി ബലിയായി മാറി. ഇന്ന് ചില സമുദായങ്ങളോടും മതവിശ്വാസികളോടും ചോദിച്ചാൽ അവര് പറയും ഒരിക്കലും യേശു കുരിശിൽ മരിച്ചിട്ടില്ല എന്ന്. കാരണം എന്താന്ന് അവരോട് ചോദിക്കുമ്പോൾ അവരെന്താ പറയണെന്നറിയാവോ? ഒരപ്പന് മകനെ ഇതുപോലെ ബലി കൊടുക്കാൻ പറ്റൂല എന്ന് അവർ പറയും. പക്ഷേ അത് ചെയ്തു, ദൈവം ചെയ്തു. കാരണം എന്താ? ദൈവത്തിന് അത്രമാത്രം സ്നേഹമാ മനുഷ്യരോട്, അത്രമാത്രം സ്നേഹമാ തന്റെ പുത്രനെ ബലിയായി നൽകിയ തമ്പുരാൻ. ആ സ്നേഹത്തിന് മറ്റൊന്നുമില്ല, സമമായി വെക്കാൻ മറ്റൊന്നുമില്ല. ഇന്ന് വിശുദ്ധ കുർബാനയായി നമ്മുടെ ഇടയിൽ അവിടുന്ന് വസിക്കുകയാണ്. നമുക്ക് അവിടുന്ന് നമുക്ക് ഭക്ഷണമായി, നമുക്ക് അവിടുന്ന് ജീവനായി, നമുക്ക് ഈ പിശാചിന്റെ പിടിയിൽ നിന്ന് നമ്മൾ ആരും വീണു പോകാതിരിക്കാൻ ഓരോ വിശുദ്ധ കുർബാനയിലും ആ ഗോതമ്പപ്പവും മുന്തിരിച്ചാറും യേശുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി മാറുകയാണ്. ഇന്ന് 2025 വർഷത്തിനുള്ളിൽ എത്രയോ കോടിക്കണക്കിന് വിശുദ്ധ കുർബാനകളിലൂടെ യേശു ഈ ഭൂമിയിൽ സന്നിഹിതനായി. എത്രയോ കോടിക്കണക്കിന് ജനങ്ങളിൽ ഈശോ അവരുടെ ഹൃദയങ്ങളിൽ വസിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, 266 മാർപ്പാപ്പമാർ നമുക്കറിയാം. ഫ്രാൻസിസ് മാർപ്പാപ്പയോട് കൂടി 266, ഇനി അടുത്ത് തെരഞ്ഞെടുക്കാൻ പറ്റുന്ന 267 ഏകദേശം 140 കോടി ക്രിസ്ത്യാനികൾ, കത്തോലിക്കരാണ്. അതിലുപരിയായി 280ഓളം കോടി ക്രിസ്ത്യാനികൾ യേശുവിൽ വിശ്വസിക്കുന്നവരുണ്ട്. 250-ൽ പരം കർദിനാളന്മാര്, 5000-ൽ പരം ബിഷപ്പുമാര്, 4 ലക്ഷത്തിലധികമായ വൈദികര്. പ്രിയപ്പെട്ടവരെ, ഈ 2025 വർഷം ഏകദേശം 157-ലധികം രാജ്യങ്ങളിലെ ക്രിസ്തുമതം പടർന്നു പന്തലിച്ചത് ഒന്ന് ഓർക്കണം. 4-5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരുന്നാൽ യാത്ര ചെയ്തെത്താവുന്ന ഒരു സ്ഥലത്ത്, ഒരു കൊച്ചു സ്ഥലത്ത്, കൊച്ചു ഗ്രാമത്തില് നടന്ന ഒരു ചെറിയ സംഭവം ഇന്ന് ലോകത്തില്
അനേകായിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക്, കോടികളിലേക്ക് ഈ കാലഘട്ടം മാത്രം നോക്കണ്ട. 2025 എന്ന് പറയുമ്പോൾ എത്ര ജനറേഷൻ കാണും? ഒരു 23 ജനറേഷൻ. നമ്മുടെ അപ്പന്റെ 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 അങ്ങനെ പറഞ്ഞു പോയാൽ 20-25 ജനറേഷൻ ഇത്രേ ഉള്ളൂ. ഈ കാലഘട്ടത്തിനിടയിൽ ഈ ലോകമെമ്പാടും ഇന്ന് അനേകായിരങ്ങളുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുന്നത്, അനേകർക്ക് പ്രത്യാശ നൽകുന്നത്, അനേകം വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നതാണ് ഇന്നും സർവശക്തനായ ദൈവം തന്റെ പ്രിയപുത്രനിലൂടെ, അവിടുത്തെ ആത്മാവിന്റെ അഭിഷേകത്തിലൂടെ, ഈ സഭയിലൂടെ, കത്തോലിക്ക തിരുസഭയിലൂടെ ഇന്നും ഈശോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. സാത്താന്റെ അടി അവിടുന്നും ഇവിടുന്നും എല്ലാം വരുന്നു. കുർബാനയെ തകർക്കുക എന്നുള്ള ഏക ലക്ഷ്യം സാത്താനാണ്. കാരണം ഇന്ന് വിശുദ്ധ കുർബാനയാകുന്ന ഏറ്റവും വലിയ സമ്പത്ത്, കത്തോലിക്ക തിരുസഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് വിശുദ്ധ കുർബാനയാണ്. അതിനെ തകർക്കാനായിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അടികളുണ്ടാകും. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം. ഒന്നാണ് ലോകമഹായുദ്ധം അനേകം വിശ്വാസികളുടെ വിശ്വാസത്തെ ഇല്ലാതെയാക്കിയിട്ടുണ്ട്. രണ്ടാം ലോകമഹായുദ്ധം അനേകം വിശ്വാസികളെ, യൂറോപ്യൻ രാജ്യത്തൊക്കെ നമ്മൾ വിചാരിക്കും അവർക്കൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്താണെന്ന്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള ഒന്നും വേണ്ട. നമ്മുടെ ഈ കാലഘട്ടത്തിൽ 2020 വന്ന കൊറോണ, ആ കൊറോണയ്ക്ക് ശേഷം എത്രയോ പേരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ജബലാലിയിൽ പോലും എത്ര കസ്മാറ്റിക് കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു, ഇന്ന് എത്ര എണ്ണം ഉണ്ട്? എത്ര പേര് ഇന്ന് കൂട്ടായ്മകളിൽ വരുന്നുണ്ട്? അന്ന് 50-60 പേരുണ്ടായിരുന്ന കൂട്ടായ്മകൾ ഇന്ന് എത്ര പേരുണ്ട്? പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള ചാഞ്ചാട്ടങ്ങളും പ്രശ്നങ്ങളും അടികളും ഒക്കെ സഭയ്ക്ക് കിട്ടിക്കഴിയുമ്പോൾ തളർന്നു പോകരുത്. നമ്മൾ 10 പേര് മതി, 11 പേര്, 12 പേര് സഭയെ ഇത്രമാത്രം വളർന്ന, ഒരു വിദ്യാഭ്യാസമില്ലാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത, പാവപ്പെട്ടവരായ, മുക്കുവരായിരുന്ന, ചുങ്കക്കാരായിരുന്ന, പാപികളായിരുന്ന മനുഷ്യര്, പാവങ്ങളുടെ അഭിഷേകം കടന്നു വന്ന് ഇന്ന് ലോകത്തിൽ അനേകരിലേക്ക് ആത്മാവിന്റെ അഭിഷേകം കടന്നു വന്നുകൊണ്ട് സഭയെ തമ്പുരാനൊരു പദ്ധതിയുണ്ട്. നമ്മൾ വിധേയപ്പെട്ട് നിൽക്കുക, ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ലോകത്തിലുള്ള സകല ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും ഈശോനെ അറിയാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഈസ്റ്റർ നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥമുള്ളതാകണം. അങ്ങനെ അർത്ഥമുള്ളതാകണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കണം. ശിഷ്യന്മാർ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരാത്മാവിനെയെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റിയാൽ അത് വലിയൊരു പുണ്യമാണ്. നമുക്ക് വേണ്ടി ജീവൻ ബലികഴിച്ച ഈ തമ്പുരാന്റെ സ്നേഹത്തിന് കൊടുക്കാവുന്ന ഒരു പ്രതിനന്ദിയാണ്. ഒത്തിരി രാവിലെ മുതൽ വൈകിട്ട് വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇവിടെ വന്ന് പ്രാർത്ഥനാ നിരതരായിരുന്ന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ അതൊക്കെ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ടതാണ്, വലുതാണ്. ഈ കൂട്ടായ്മയിലേക്ക് അനേകരെ കൊണ്ടുവരുവാനായിട്ട് നമ്മളും പരിശ്രമിക്കുമ്പോൾ അത് ഈ ഈസ്റ്ററില് ഈ ഉയർപ്പിന്റെ ആഘോഷത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥമായി മാറുകയാണ്. പരിശുദ്ധ അമ്മ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. നമുക്ക് മുട്ടുമെന്ന്